കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 3 സംഖ്യകളുടെ ശരാശരി 38. അതിൽ ആദ്യത്തെ 2 സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്, 39ഉം 31ഉമാണ്. അങ്ങനെയെങ്കിൽ അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ഒരു ബേസ് ലെവൽ ചോദ്യമാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ പറയുന്നു 3 സംഖ്യകളുണ്ടെന്നും അവരുടെ ശരാശരി 38 ഞാൻ പറയുന്നു. അപ്പോഴേ നമുക്കറിയാം സമ്മ് കാണാൻ ആവറേജിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അപ്പം തുക കാണാൻ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ 3 സംഖ്യകളുടെ തുക കാണാം. എന്ത് ചെയ്താൽ മതി? ആവറേജായ 38നെ എണ്ണമായ 3 കൊണ്ട് ഗുണിക്കുന്നു. 38 ഗുണം 3 നമ്മുടെ കയ്യിലുള്ള 3 സംഖ്യകളുടെ സം എത്രയാ, തുക എത്ര എന്ന് ചോദിച്ചാൽ 114. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്താ പറയുന്നത്? രണ്ടാമത്തെ സെൻറ്റൻസിൽ ആ സംഖ്യകളെ പറ്റി പറയും. ഇങ്ങനെയാണ് പറയുന്നത്. ആദ്യത്തെ സംഖ്യ 39, രണ്ടാമത്തെ സംഖ്യ 31. ഇനി ഒരാളും കൂടെ ഉണ്ട്, അയാളെ അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവസാനത്തെ ആൾ ഞാൻ തൽക്കാലം എക്സ് എന്ന് എടുത്തോട്ടെ. അപ്പം 3 സംഖ്യകളെ നമുക്ക് കിട്ടി. 39ഉം 31ഉം എക്സുമാണ് നമ്മുടെ 3 സംഖ്യകൾ. ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാവരും തമ്മിലുള്ള ബന്ധം എന്താ? ഈ 3 സംഖ്യകളെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ സമ്മായ എത്ര കിട്ടണം? നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ സമ്മ് കണ്ടുപിടിച്ച് വെച്ചില്ലേ, ആ 114 കിട്ടണം. എന്ന് പറഞ്ഞാൽ 39 എന്ന് പറഞ്ഞ ആദ്യത്തവനെയും 31 എന്ന് പറഞ്ഞ രണ്ടാമത്തെ സംഖ്യയും എക്സിനെയും കൂടെ കൂട്ടുമ്പോഴാണ് 114 കിട്ടേണ്ടത്. ക്ലിയർ ആയോ? കൂട്ടിയാലോ? 39 31 70. 70ൻ്റെ കൂടെ എക്സും കൂടെ ചേരുമ്പോഴാണ് 114 ആകുന്നത്. നമുക്ക് എക്സിൻ്റെ വില അറിയണ്ടേ? എക്സിൻ്റെ വില കാണാൻ 114 മൈനസ് 70. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 70 അപ്പുറത്ത് ചെല്ലുമ്പോൾ -70 ആകും. 114 70 പോയാൽ എത്രയാ? 44. അപ്പം നമുക്ക് കൺഫേം ചെയ്യാം. മൂന്നാമത്തെ സംഖ്യ ആര് എന്ന് ചോദിച്ചാൽ അത് 44ആണ്, 44 ആണ്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? ആവറേജിൻ്റെ ഒരു ബേസ് ലെവൽ ചോദ്യമായിരുന്നു. ശരി, ഓക്കെ, താങ്ക് യു.